റാമോജി റാവു ഫിലിം സിറ്റി. അതെ, റാമോജി റാവു ഫിലിം സിറ്റിയിൽ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു. കണ്ടില്ലായിരുന്നെങ്കിൽ ഇതിന് മുന്നുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടേക്കാം. ഇന്ന് റാമോജി റാവുവിൽ വരുന്നതിൻ്റെ ഉദ്ദേശം, ഇവിടെ കുറച്ച് സുന്ദരികളും സുന്ദരന്മാരും ഉണ്ട് കേട്ടോ. അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാനാണ് കേട്ടോ. ബട്ടർഫ്ലൈസ്, ബേർഡ്സ്, ബോൺസായി മരങ്ങൾ ഒക്കെ നിറഞ്ഞ മനോഹരമായ കുറേ ഗാർഡനുകളുണ്ട് കേട്ടോ. അവിടേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മൾ ഇന്നും അതുപോലെ AC ബസ്സിലാണ് യാത്ര. കാശുള്ളവർക്ക് എന്തുമാകാമല്ലോ. അപ്പം നമ്മൾ നേരെ വണ്ടിക്കകത്ത് AC ബസ്സിനകത്തൊക്കെ കയറി നമ്മൾ നേരെ പോവുകയാണ്. നേരെ നമ്മുടെ ഗാർഡനുകൾ കാണാൻ. അങ്ങനെ നമ്മൾ വണ്ടി വിട്ടിരിക്കുകയാണ് മനോഹരമായ റാമോജി റാവുവിൻ്റെ വഴികളിലൂടെ. ഒരുപാട് സിനിമകളൊക്കെ എടുത്ത വഴികളാണിത് കേട്ടോ. നിങ്ങളോട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ നടന്ന് നമ്മൾ നേരെ പോകുന്നത് ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ്. അങ്ങനെ ബട്ടർഫ്ലൈ പാർക്ക് കാണാമെന്നുള്ള ആകാംക്ഷ. ഇവിടെയൊക്കെ ഒരുപാട് ഫിലിമിൻ്റെ ഷൂട്ടിങ്ങുകൾ നടന്നിട്ടുണ്ട്. മലയാള സിനിമ മീശ മാധവൻ ഉൾപ്പെടെ ഒരുപാട് ഫിലിമുകളുടെ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ നടന്ന് മുൻപോട്ട് പോവുകയാണ്. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു മനോഹാരിത കാണാൻ സാധിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വെയിലിൻ്റെ ഇടയ്ക്ക് മനോഹരമായ അവരുടെ ഒരു പാർക്ക്. അങ്ങനെ നമ്മൾ നേരെ ബട്ടർഫ്ലൈ പാർക്കിൽ വന്നിരിക്കുകയാണ്. ബട്ടർഫ്ലൈ പാർക്ക് എന്ന് വെളിയിൽ എഴുതി വെച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്തായിരിക്കും നമ്മുടെ ബട്ടർഫ്ലൈകൾ. അങ്ങനെ നമ്മൾ നേരെ ബട്ടർഫ്ലൈക്കകത്തേക്ക് കയറി പോവുകയാണ്. ബട്ടർഫ്ലൈക്കകത്ത് കയറി പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ബട്ടർഫ്ലൈ ഉണ്ടോ. ബട്ടർഫ്ലൈ മ്യൂസിയം. ഇത് വെറും മ്യൂസിയമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ അകത്ത് കയറി പോകുമ്പോൾ ഇതിനകത്ത് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇതിനകത്ത് ബട്ടർഫ്ലൈ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, പ്യൂപ്പ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അത് എങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതൊക്കെ അവിടെ എഴുതി വെച്ച് ഫാനും ഇട്ട് വെച്ചേക്കുകയാണ്. അത് മാത്രമാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ ഇതിനകത്തൊന്നും വലിയ സംഭവമൊന്നുമില്ല. അങ്ങനെ ഇത് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ച് മുമ്പോട്ട് നടക്കുകയാണ്. അങ്ങനെ നടന്ന് അതിൻ്റെ വെളിയിൽ വരികയാണ്. വെളി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ ബട്ടർഫ്ലൈ പാർക്ക് എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പം ഇവിടെ നമ്മൾ ഫുൾ ബൊമ്മയല്ലേ, ഇതും ബൊമ്മയുടെ കളിയായിരിക്കുമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഇതായിരിക്കും ബട്ടർഫ്ലൈ പാർക്ക് എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ നിരാശപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആശ തന്നുകൊണ്ട്, നിരാശയാണ് കേട്ടോ ആദ്യം ഉണ്ടായത്, അതുകൊണ്ടാണ് നിരാശ എന്ന് പറഞ്ഞത്. ആശ തന്നുകൊണ്ട് നമ്മൾ നേരെ ഒരു വലിയ ഗ്രീൻ ഹൗസിലേക്ക് കടക്കുകയാണ് കേട്ടോ. അത് യഥാർത്ഥത്തിൽ ബട്ടർഫ്ലൈ ഗാർഡൻ. അങ്ങനെ അകത്ത് കയറുമ്പോൾ നമുക്ക് കുറേ ബട്ടർഫ്ലൈകളൊക്കെ കാണാൻ സാധിക്കും. മനോഹരമായ കുറേ ബട്ടർഫ്ലൈകളുണ്ട്. ഒരുമിച്ച് എല്ലാവരും കൂടെ അതിൻ്റെ സൈഡിലൊക്കെ പോയി ഇരിക്കുന്നുണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന ബട്ടർഫ്ലൈകളൊക്കെ ഇവിടെ ഉള്ളൂ. അല്ലാതെ വെളിയിൽ നിന്നുള്ള ബട്ടർഫ്ലൈകളോ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സാധാരണ കാണാറുള്ള കുറേ ബട്ടർഫ്ലൈകൾ ഒരുമിച്ച് എല്ലാവരും കൂടി ഇരിക്കുന്ന കാണാനൊരു രസമുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ പിന്നെ അവരവരുടെ പ്രത്യുൽപാദനമൊക്കെ നടത്തുന്നത്, മുട്ടയിട്ടേക്കുന്നതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇത് വളരെ കുഞ്ഞിതായതുകൊണ്ട് നമ്മുടെ ഇതിനകത്തൊക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. മനോഹരമായിട്ട് കാണാൻ സാധിക്കും. ഇതിനകത്ത് ബട്ടർഫ്ലൈ ഉണ്ട്. ഒരു വെറൈറ്റി ബട്ടർഫ്ലൈകളൊക്കെ അവർ ഇതിനകത്ത് കൂട്ടിനകത്ത് പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടിനകത്ത് നമുക്ക് ബട്ടർഫ്ലൈകളെ കാണാൻ സാധിക്കും. ബട്ടർഫ്ലൈക്ക് കുടിക്കാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മനോഹരമായിട്ട് ബട്ടർഫ്ലൈ ഒക്കെ ഇങ്ങനെ പോറ്റി പുലർത്തുന്ന റാമോജിക്കാർ. നമ്മൾ ഈ ഹൈദരാബാദിലൊക്കെ ഇങ്ങനെ ബട്ടർഫ്ലൈ ഒക്കെ കാണുന്നത് വളരെ ചുരുക്കമാണ്. നമ്മുടെ നാട്ടിലുള്ളതുപോലെയൊന്നും ബട്ടർഫ്ലൈകളെ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ കുഞ്ഞു കുറേ ബട്ടർഫ്ലൈകളൊക്കെ ഇവിടെ ഉണ്ട്. മനോഹരമായിട്ട് ബട്ടർഫ്ലൈകളുണ്ട്. നമ്മൾ അതിനെയൊക്കെ കണ്ട് സന്തോഷത്തോടെ മുൻപോട്ട് നടക്കുകയാണ്. സുന്ദരമായ കുറേ ബട്ടർഫ്ലൈകൾ കേട്ടോ. എന്ത് മനോഹരമായ ചിറകുകളൊക്കെ വിരിച്ച് ആകാശത്ത് പാടി നടക്കുന്ന ബട്ടർഫ്ലൈകൾ. ഇതും കൂട്ടിനകത്ത് വേറെ കുറേ ബട്ടർഫ്ലൈകൾ ഇട്ടിട്ടുണ്ട്. ഇവന്മാരെ കൂട്ടിൻ്റെ പുറത്ത് ഇറക്കി വിട്ടാൽ മറ്റ് ബട്ടർഫ്ലൈകളെ ആക്രമിക്കുമോ, മറ്റ് ബട്ടർഫ്ലൈകൾ ഇവരെ ആക്രമിക്കുമോ ഒന്നും അറിയില്ല. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ നമ്മൾ നേരെ ബേഡ്സ് പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പം ബേഡ്സ് പാർക്കും ഇതുപോലെ ഉഡായിപ്പായിരിക്കുമെന്ന് വിചാരിച്ചാണ് സത്യം പറഞ്ഞ അകത്ത് കയറിയത്. പക്ഷേ വിങ്സ് എന്നെഴുതിയ അവരുടെ ബേഡ്സ് പാർക്ക് ഓസമാണ്, അടിപൊളിയാണ്. ഇത്ര മനോഹരമായ ഒരു ബേഡ്സ് പാർക്ക് അത് ഇത്രയും അടുത്ത് അത് കാണുന്നത് ഇന്ത്യയിൽ വളരെ ചുരുക്കമാണ്. വേറെ പല രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഈ പക്ഷികളെയും ഒന്നും നമ്മളങ്ങനെ ഇവിടെയെങ്കിലും കണ്ടിട്ടില്ല. ഇവിടെയെല്ലാം ചൂടായതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളം സ്പ്രിങ്ക്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം മനോഹരമായ കുറേ ഈ താറാവിൻ്റെ വെറൈറ്റികളാണ്. കുറേ വെറൈറ്റികളുണ്ട്. ഒന്നും രണ്ടും വെറൈറ്റികളൊന്നുമല്ല, ഇഷ്ടം പോലെ വെറൈറ്റി കിളികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. തൊപ്പിയുള്ള കിളി, തൊപ്പിയില്ലാത്ത കിളി, താറാവ് പോലുള്ള കിളി, താറാവിൻ്റെ പോലെ അല്ലാത്ത കിളികൾ, അങ്ങനെ ഒരുപാട് തരം കിളികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വലിയ ഒരു കേജ് ഉണ്ടാക്കിയൊക്കെ വെച്ചേക്കുകയാണ്. ആ കേജിനകത്ത് ഇവർക്ക് സ്വൈര്യവിഹാരമാണ്. അതിനകത്ത് ആർട്ടിഫിഷ്യലാക്കി ഉണ്ടാക്കിയ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമാക്കി
സൂക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ റാമോജി റാവുവിലെ നമ്മുടെ ബേഡ്സ് പാർക്ക്. ഇതിൽ ഓരോ കിളികളെയും പറ്റി ഒരുപാട് പറയണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കൂടുതലായ കിളികളെ പറ്റിയൊന്നും എനിക്കധികം അറിയാത്തത് കൊണ്ടും അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. മനോഹരമായ കിളികളുടെ ഓരോ കളകളാരവങ്ങളും വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മനോഹാരിതയൊക്കെ കണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഈ കിളികളെ കണ്ടാൽ തൊപ്പിയിട്ട കിളികളാണ് ഇവിടെ. തൊപ്പിയിട്ട കിളികൾ എല്ലാവരും കൂടെ ഒരു കൂട്ടത്തിൽ നിൽക്കുകയാണ്. കൊക്കിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഒന്ന് താറാവിൻ്റെ വെറൈറ്റി ആണെങ്കിൽ ഒന്ന് കൊക്കിൻ്റെ വെറൈറ്റികളാണ്. ഈ ചില ദേശാടന പക്ഷികളെയൊക്കെ കാണുന്നത് പോലെയാണ് കേട്ടോ. ഒരു കിളി താഴെ നിന്ന് കൊത്തിപ്പറക്കുകയാണ്. അതേതാണ്ട് താറാവിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതെല്ലാം താറാവിൻ്റെയും കോഴിയുടെയും വെറൈറ്റികൾ പോലെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. പക്ഷേ തൊപ്പിയുള്ള കിളി, തൊപ്പിയില്ലാത്ത അരയന്നം പോലുള്ള കിളികൾ, ഇവരൊക്കെ ഒരു മരണമാസ ഐറ്റങ്ങൾ തന്നെ കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ഇടയിൽ കൂടെ ഒരുത്തൊന്ന് നടന്നു പോകുന്നു. എല്ലാവരും ഇവിടെ ഭയങ്കര ബിസിയാണ്, സ്വന്തം കാര്യം നോക്കി നടക്കുകയാണ് എല്ലാവരും. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വലിയ കൊക്ക് നടന്നു പോകുന്നു കേട്ടോ. കൊക്ക് നമ്മുടെ കൂടെ നിന്നിട്ട് നടന്നു പോയതാണ്. കൊക്ക് എന്ത് ദുഷ്ടനാ, എനിക്കൊന്ന് പോസ് ചെയ്ത് തരാനുള്ളതിന് കൊക്ക് ഓടി പോവുക. ഓടിപ്പോകുന്നില്ല, പതുക്കെ നടന്നു പോവുക. ഞാനൊരു പോസ് ചോദിച്ചതാണ്. എൻ്റെ ചുണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ മനോഹരമായ ചുണ്ടാന്നേ. ഇത് എവിടുന്ന് വന്ന കൊക്കാണ്, ഏതോ രാജ്യത്തിൽ നിന്ന് വന്ന കൊക്കാണ്. അങ്ങനെ ഇവിടെ നമ്മൾ മുമ്പോട്ട് നടന്നു പോവുക കേട്ടോ. ഇവിടുന്ന് മുമ്പോട്ട് നടന്നു പോയപ്പോൾ കുറേ ആഫ്രിക്കൻ പാരറ്റ്സും അങ്ങനെയുള്ള കുറേ പാരറ്റ്സുകളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നോക്കി പോകുമ്പോൾ കുറേ കൊന്യൂറുകൾ, വെറൈറ്റി കുറേ കൊന്യൂറുകൾ, പൈനാപ്പിൾ കൊന്യൂറുകൾ, അങ്ങനെയൊക്കെയുള്ള കുറേ കൊന്യൂറുകളെ കണ്ടു. ഇതൊക്കെ ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഞാൻ നടന്നത് കേട്ടോ. ഇവിടെ കുറേ സൺകൊന്യൂറുകളൊക്കെ എന്തോ കാണാൻ, വീട്ടിൽ നമ്മൾ വളർത്തുന്നതല്ലേ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ മുമ്പോട്ട് നടന്നു. പക്ഷേ യഥാർത്ഥത്തിൽ കാഴ്ചയിൽ കാണേണ്ടതിനെയൊക്കെ പിന്നെയാണ് കണ്ടത്. ഇവിടെ എല്ലാം കൊന്യൂറുകളാണ്. കുഞ്ഞു കൊന്യൂറുകൾ, വെറൈറ്റി കൊന്യൂറുകൾ. സാധാരണ നമ്മുടെ നാട്ടിലെ വീടുകളിലൊക്കെ വളർത്തുന്ന പോലുള്ള പക്ഷികളെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഗ്രേ പാരറ്റ്, അങ്ങനെ ഗ്രേ പാരറ്റൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ അവർ ചിറകൊക്കെ ആട്ടുന്നു. അങ്ങനെ അവിടെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അടുത്ത സ്ഥലമൊന്നുമല്ല കേട്ടോ, മയിൽ. ബേഡ്സ് പാർക്കിൽ മയിലുണ്ടല്ലോ, മയിൽ ജീവനുള്ളതല്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ നടന്ന് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അടുത്ത വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ. വെറൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയാണ് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളത്. ഇന്ത്യയിൽ ഇത്രയും മനോഹരമായ വേറെ കിളികൾ ഇവിടെ കരയാണ് കേട്ടോ. നമ്മളവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അവർ കരച്ചിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനവിടെ ചെന്ന് പറഞ്ഞപ്പോഴാണ് കരച്ചിൽ. ഇത്രയും ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കരച്ചിൽ നിർത്തി. അവർക്ക് ഭയങ്കര വിഷമത്തിലിരുന്നേ ആയിരിക്കും രാവിലെ. കൊക്കറ്റോസ് എന്നാണ് ഇവരുടെ പേര് കേട്ടോ. ഇവർ മനോഹരമായ ഒരു വെള്ള നിറത്തിലുള്ളൊരു സാധനമാണ് കൊക്കറ്റോസ്, അതാണ് ഇവരുടെ പേര്. അടുത്ത വെറൈറ്റി ഒരു കൊക്കറ്റോസ് ആണ്. അപ്പോൾ ആ കൊക്കറ്റോസൊക്കെ കണ്ട് മനോഹരമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഈ കൊക്കറ്റോസ് ഇവിടെ വേറെ കുറച്ചുണ്ട്. ഇത് ഒരു പ്രാവിൻ്റെ തരത്തിലോ അല്ലല്ല, ഇത് തത്തയുടെ തരത്തിലുള്ള സാധനമാണ്. കൊക്കറ്റോസ് ഒരു തത്തയുടെ തരമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ രണ്ട് കൂട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടുറാക്കോകളാണ്, ടുറാക്കോസ്. എല്ലാം വിദേശ സാധനങ്ങളാണ്. ടുറാക്കോ എന്നാണ് ഇവൻ്റെ പേര്. മനോഹരമായ കണ്ണുകൾ, ചുണ്ടുകൾ, തലയിൽ ആ കിരീടം, പൊളി കേട്ടോ. എന്ത് രസമുണ്ട് കാണാൻ. അപ്പോൾ മേളിലുള്ള കൂട്ടിൽ ഇവന്മാരുടെ വേറൊരു വെറൈറ്റിയാണ്. ടുറാക്കോസ് തന്നെയാണ് ഇവരെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവൻ്റെ ചുണ്ട് കണ്ടോ, അരക്കാറി എന്നാണ് ഇവൻ്റെ പേര്. അവരുടെ ചുണ്ടുകളുടെ നിറം വെച്ചിട്ടാണ് അവരെ പേര് വിളിക്കുന്നത്. ഇവൻ ബ്ലാക്ക് നെക്കഡാണ്, അപ്പോൾ ഇവൻ ബ്ലാക്കാണ്. ചുണ്ടും കഴുത്തും ഒക്കെ വെച്ചിട്ടാണ് ഇവർ പേര് പറയുന്നത്. ഇത് മനോഹരമായ വേറൊരു കിളിയാണ്. ഇത് മനോഹരമായ രസമുണ്ട് കേട്ടോ. ടുക്കൻ എന്നാണ് ഇവൻ്റെ പേര്. ഇവരൊക്കെ വിദേശികളാണ്. വിദേശ രാജ്യത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തിൽ വന്ന് നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള ടുക്കനാണ് ഇവൻ. ടുക്കൻ അവൻ്റെ ചുണ്ടിൻ്റെയും കഴുത്തിൻ്റെയും നിറം വെച്ചിട്ടാണ് കേട്ടോ ഇവരുടെയൊക്കെ പേര് നിശ്ചയിക്കുന്നത്. ചുണ്ട്, കഴുത്ത്. നമ്മുടെ അടുത്ത് വന്നിരുന്ന് പോസ് ചെയ്ത് തരുന്നത് കൊണ്ട് നമ്മളെ ആൾക്ക് വളരെ അടുത്ത് ഇതിനെ കാണാൻ സാധിക്കുന്നു. അതും ദൂരെ വേറെ എടുത്തിരിക്കുന്നത് കൊണ്ട് ഇവന്മാരൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിരുന്ന് നമുക്ക് വേണ്ടി പോസ് ചെയ്ത് തരികയാണ് കേട്ടോ. ഇവരൊക്കെ കുറച്ചധികം പേരെ നമുക്ക് ഈ ഒരു ഫിലിം സിറ്റിയിൽ കാണാൻ സാധിക്കും. റാമോജി റാവു എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ആകെ അറിയാവുന്നത് ഇവിടെ കുറേ ഫിലിംസ് എടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇത്രയും അറക്കാറികളും ടൊക്കനും ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് നമുക്കറിയാമായിരുന്നു. എത്ര സുന്ദരികളാണ് ഇവിടുത്തെ കിളികൾ. എന്ത് രസമാണ് കേട്ടോ. ഇവരെയൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ കുറേ കിളികൾ. ഇത്രയും സുന്ദരികളായ കിളികളൊന്നും നമ്മുടെ നാട്ടിലെ നമ്മൾ കാണുന്നില്ലല്ലോ. പിന്നെ അവിടെ ഇവിടെ വല്ലതും കണ്ട്
കൊള്ളാം. നമുക്കിങ്ങനെ ഈ ഓരോ കിളികളുടെ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് മുമ്പോട്ട് പോകാം കേട്ടോ. ഓരോരോ ചുണ്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇവരുടെയൊക്കെ പേര്. എല്ലാം ടൊക്കൻസാണ്, ടൊക്കൻസ്. അപ്പോൾ ഇവരൊക്കെ നിയോ ട്രോപ്പിക്കൽ മേഖലയിൽ കാണുന്ന കിളികളാണ് ഇവയെല്ലാം. മനോഹരമായ ചുണ്ടുകളോട് കൂടി, മനോഹരമായ ചുണ്ടുകളുടെ കളറോട് കൂടിയ ഇവരെയൊക്കെ നമുക്ക് എത്ര മനോഹരമായിട്ട് ഇഷ്ടപ്പെടും. ആഹാ, എന്ത് സുന്ദരവും മനോഹരവുമാണ് ടൊക്കൻസ്. ഈ കിളികളൊക്കെ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇത് നമ്മുടെ മക്കാവോസ്. വെറൈറ്റി കുറേ മക്കാവോസ് ഉണ്ട്. മക്കാവോസിനെയൊക്കെ നമ്മൾ നാട്ടിലും കാണാൻ സാധിക്കാറുണ്ട്. ഇവന്മാർ തേങ്ങ മോഷണമൊക്കെ ഒന്നും പറഞ്ഞുകൊണ്ട് നമ്മളിവരെയൊക്കെ ഒരുപാട് കാണാറുണ്ട് കേട്ടോ. ഇത് മക്കാവോസാണ്. പല കളറിലുള്ള മക്കാവോസിനെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇതിനെയൊക്കെ വളരെ ഗസ്റ്റിന് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ടേക്കുന്നതാണ്. നല്ല മനോഹരമായിട്ട് ഊഞ്ഞാലാടുകയാണ് കേട്ടോ. ചിലർ തൂങ്ങി കിടന്നാടുന്നുണ്ട്. അങ്ങനെ വെറൈറ്റി തരം പാരറ്റ്സും മക്കാവോസും ഒക്കെ ആയിട്ട് നിറഞ്ഞ് സുന്ദരമായിട്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു റാമോജി റാവു ഫിലിം സിറ്റിയിലെ സുന്ദരമായ കേവുകൾ. അവരവിടെ കളിക്കുന്നു, ചിരിക്കുന്നു, നോക്കുന്നു, എത്തി നോക്കുന്നു, അവരവരുടേതായ കാര്യം നോക്കി സൗണ്ട് ഉണ്ടാക്കുന്നു, പോകുന്നു. എൻ്റെ മേളിലെടുത്തിരിപ്പുണ്ട്. ഇമാർ ഇതിനകത്ത് കൂട്ടിനകത്ത് കയറി മുട്ടയൊക്കെ ഇട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ്. ഒരു കൂട്ടിനകത്ത് വേറൊരു കൂട്ടിനകത്തിട്ട് ഒരുത്തൻ. അത് കൊള്ളാമല്ലോടെ. പിന്നെ എന്തിനാണ് ഈ കൂട്ടിനകത്തിട്ടേക്കുന്നത്? ഒന്നെങ്കിൽ കൂട്ടിലിടണം, അല്ലെങ്കിൽ കൂട്ടിലിടാതിരിക്കണം. എന്ത് ഭാഗമുണ്ട് റാമോജി റാവു ചേട്ടൻ. അടുത്ത ഒരു കിളിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. മനോഹരമായ വേറൊരു കിളി. അവൻ്റെ തലയാണ് അവൻ്റെ മെയിൻ. അവൻ തല കാണിക്കുന്നില്ലടേ, തല ഒളിച്ചു വെച്ചേക്കുന്നടേ. ഇതൊരു പീജിയനാണ്, ഒരു പ്രാവ്. അതെ, ക്രൗൺ ഹെഡഡ് പ്രാവ് എന്നെങ്ങാണ്ടാണ് എൻ്റെ പേര്. ക്രൗൺ, അതെ, തൊപ്പിയുള്ള ഒരു പ്രാവ്, അതാണ് എൻ്റെ പേര്. അവൻ സുന്ദരിയായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത സ്ഥലം എന്നൊക്കെ പറഞ്ഞല്ലോ, ഇതിലൊരു സ്ഥലത്തൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ മുഴുവൻ മനോഹരമായ കിളികളെ തുറന്നു വിട്ടേക്കും. നമ്മുടെ കൊഞ്ഞൂറുകളെയൊക്കെ ഒരുപാട് തുറന്നു വിട്ടിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ ആകാശത്തിലിരിക്കുന്നു. മേളിൽ അണ്ണാൻ്റെ അണ്ണാൻ്റെ മുതലാളി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കൂടിൻ്റെ മുതലാളി. താഴെ ഇത്രയും കിളികൾ നിൽക്കുമ്പോൾ ഞാനിവിടെ ഇല്ലെങ്കിൽ മോശമല്ലേ എന്നുള്ളതാണ് അവൻ്റെ ചിന്ത. അങ്ങനെ ഇവിടെ കുറേ കിളികളുണ്ട് കേട്ടോ. കൂട്ടിനകത്തും വെളിയിലും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ കിളികൾ. കൂട്ടിനകത്ത് നമ്മളിപ്പോൾ കൂട്ടിനകത്ത് നിന്നാണ് ഇപ്പോൾ കിളികളെ കാണുന്നത്. മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ പോകാം. അത് അവിടെ ഒരു കോക്ടെയിൽസിൻ്റെ വെറൈറ്റി, ആൽബിനോ കോക്ടെയിൽസ് നാട്ടിലൊക്കെ കിട്ടുന്ന വെറൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി. അവിടെ തറക്കിടന്ന് അടി ഉണ്ടാക്കുന്നു. എനിക്ക് കഴിയുക ഉമ്മരെന്തോ കിടക്കണമെന്ന് കാണിക്കുന്നു. അടി ഉണ്ടാക്കുന്നു. സ്നേഹിക്കുവാണോ? അടി ഉണ്ടാക്കുവാണോ? അടിയിടാ അവൻ്റെ നെഞ്ചത്ത് കയറി ചവിട്ടറാ, നെഞ്ചത്ത് ചവിട്ടി. അടുത്തവന്മാർ രണ്ടുപേര് പിണങ്ങിയിരിക്കാൻ തോന്നുന്നു. പിന്നെ നമ്മളടുത്ത് ക്യാമറ കൊണ്ടുവന്നിട്ട് ഇവർക്കൊന്നും ഇതില്ല കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ നോക്കാമെന്ന് വെച്ചാൽ ടേംഡാണെന്ന് നോക്കാമെന്ന്. അമ്മ കടിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കടിയൊക്കെ കൊണ്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് ഇതിൻ്റെയൊക്കെ അകത്ത് ആളുകൾ ഇരിപ്പോട്ട് കേട്ടോ. എത്ര മനോഹരമാണെന്നൊക്കെ സുന്ദരമായിട്ട് അതിൻ്റെ ഇടയ്ക്ക്. ഇങ്ങോട്ട് ഇറങ്ങി വാടി. കൈ വാടേ. ഒന്നുമില്ല. അവൻ്റെ ആ ഒരു സൗന്ദര്യം കണ്ടോ, എന്ത് സുന്ദരനാണ് നീ, സുന്ദരനായി നീ. അടുത്തവൻ. ഇവന്മാരെല്ലാം അവിടെ ഇങ്ങനെ മനോഹരമായിട്ടിരിക്കുക കേട്ടോ. ഒരു കിളിയുടെ സൗന്ദര്യമൊക്കെ കാണുകയാണെങ്കിൽ ഒരു മരത്തിന് ചുറ്റും എല്ലാവരും കൂടെ കയറി ഇങ്ങനെ ഇരിക്കുക. ഇവിടെ കുറേ കൂടുകളുണ്ട്, നമ്പർ എഴുതിയ കൂടുകൾ. ഇവന്മാരുടെ ഇണയുമായിട്ട് മേറ്റൊക്കെ ചെയ്ത് വന്ന് കൂട്ടിലിരുന്ന് മുട്ടയൊക്കെ ഇടും. കുറേ ആഫ്രിക്കൻ ലവ് ബേഡ്സുകൾ. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനും ഇതിൻ്റെയൊക്കെ കാര്യം നോക്കാൻ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ. ഈ കോക്ടെയിൽസിൻ്റെയും മറ്റെല്ലാത്തിൻ്റെയും കാര്യം നോക്കാൻ ഒരുപാട് ആളുകളാണ്. ചുമ്മാ ഇവരൊക്കെ കൊണ്ട് പൈസ മാത്രം മേടിച്ചിട്ടിട്ടേക്കുമല്ല. ഇതിൻ്റെ കീഴിൽ ഒരുത്തൻ, സുന്ദരനായ ഒരുത്തൻ. ഇവന്മാരെല്ലാം കൊള്ളാം കേട്ടോ. ഇവന്മാരെല്ലാം വളരെ പണി. ഞാൻ കൈ വെച്ച് കൊടുക്കുന്നതൊന്നും കയറുന്നില്ല. ഇവന്മാരെല്ലാം കാലിൽ DNA ഇട്ട സാധനം കിടപ്പുണ്ട്. അയ്യോ, ഓടി രക്ഷപ്പെടുവാൻ. ഞാൻ കൈ കൊടുക്കുമ്പോൾ ഓടി രക്ഷപ്പെടും. എൻ്റെ കൈ കയറടേ. അങ്ങനെ മനോഹരമായ ലോറികളെയും കോക്ടെയിൽസിനെയൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുൻപോട്ട് നടക്കുകയാണ്. കോക്ടെയിൽസിൻ്റെയും ലോറികളുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ റാമോജി ചേട്ടൻ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്.
സുന്ദരമായ കുറേ കിളികൾ, എത്ര മനോഹരമായിട്ടുള്ള കിളികളാണ് ഇവരെല്ലാവരും. ആഹാ, ഇവരുടെ അടുത്ത് വന്ന് നിന്ന് വീഡിയോ എടുത്താൽ അവർക്കൊരു സന്തോഷമാണ്, നമ്മളെ അവർ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കീഴിൽ കൂടൊക്കെ വെച്ചിട്ടുണ്ട് ഒരുത്തൻ. അവിടെ ഇത് അലങ്കാര കോഴികളെയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അലങ്കാര കോഴികൾ ഇതിനകത്തൊക്കെ ആൾ നിൽക്കുകയാണ്, എന്ത് വേണമെങ്കിലും അവർക്ക് കൊടുക്കാൻ. വെള്ളത്തിന് വെള്ളം, ഫുഡിന് ഫുഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്. ഇവർ മേടിക്കുന്ന കാശിന് അവരനുസരിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അതാണ്ട് വെള്ളം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുന്നു, അതിൻ്റെ ഇടയ്ക്കൂടെ ആളുകൾ ഓടിക്കളിക്കുന്നു. മനോഹരമായ രംഗങ്ങളാണ്. അവന്മാർ വെള്ളത്തിൻ്റെ കീഴിൽ ഇരുന്ന് കുളിക്കുന്നു. നമ്മൾ കൈ പിടിക്കാൻ നോക്കുന്നു, അവന്മാർ വരുന്നില്ല. അവർ വിളിക്കുന്നു, അവർ വരുന്നില്ല. എടാ ലോറി ഇങ്ങോട്ട് വാടാ, വരുന്നില്ല. അപ്പോൾ അവിടെ നിൽക്കാൻ നോക്കാനൊക്കെ എപ്പോഴും ആളുകളാണ്. അയ്യോ അതിനകത്ത് അങ്ങനെ നമ്മളവരെ നോക്കി നമ്മൾ ഇവരുടെ പുറകെ ഇങ്ങനെ നടക്കുക കേട്ടോ. അങ്ങനെ അടുത്തൊരുത്തനെ ഇങ്ങനെ അവനെ പിടിക്കാൻ നോക്കി. അവൻ്റെ അടുത്തൊരുത്തൻ മുട്ടയിടായിരിക്കുമെന്ന് തോന്നുന്നു. 35ാമത്തെ ഇതിനകത്ത് അവൻ്റെ മുട്ടയിടൽ. അപ്പോൾ നമ്മൾ ഇവരോടൊക്കെ ബൈ പറഞ്ഞ് നമ്മളിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ പക്ഷികളുടെ രാജാവായ ഒട്ടകപ്പക്ഷി വരെ ഉണ്ട് കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ പക്ഷികൾ മാത്രമല്ലടാ, ഇവിടെ ഒട്ടകപ്പക്ഷികൾ വരെയുണ്ട്. ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടകപ്പക്ഷി. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒട്ടകപ്പക്ഷിയാണ് കേട്ടോ. ഇവർ 2 പേരും കൂടി ഇവിടെ മനോഹരമായിട്ട് ജീവിക്കുകയാണ്. വൈഫ് വേറൊരാളുണ്ട്, 2-3 പേരുണ്ട് കേട്ടോ. ഇവിടെ കുറേ പേരുണ്ട്. ഇവിടെ തന്നെ ജനിച്ചവരുണ്ട്, ഇവിടെ തന്നെ വിരിഞ്ഞവരുണ്ട്. മുട്ടയിൽ നിന്നാണെന്ന് ജനിക്കുകയല്ലല്ലോ, വിരിയുകയാണ്. അപ്പം വിരിഞ്ഞ് വന്നവരുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒട്ടകപ്പക്ഷി. പിന്നെ അങ്ങനെ ഈ ഒട്ടകപ്പക്ഷിയുടെ മുട്ട ഇവിടെ അവൈലബിളാണ്. അങ്ങനെ ആ മുട്ടയുടെ കാഴ്ചകൾ ഇവിടെയുണ്ട്. ഇതാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട. കൊള്ളാം. അത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയിൽ പല കലാവിരുദ്ധം ചെയ്തിട്ടുള്ളതുണ്ട്. അങ്ങനെ അവിടെ നമ്മളിങ്ങനെ ഇറങ്ങി മുമ്പോട്ട് നടക്കണം. മുമ്പോട്ട് നടന്ന് അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇനി ഒരു ബോൺസായിയുടെ ഒരു ഗാർഡനുണ്ട്. ആ ഗാർഡനിൽ മനോഹരമായ ബോൺസായി ചെടികളുണ്ട്. വളരെ സുന്ദരമായ ഒരു ബോൺസായി ഗാർഡൻ. അവിടെ നമ്മൾ എപ്പോഴും കാണപ്പെടുന്ന ചെടികൾ തൊട്ട് നമ്മൾ കാണപ്പെടാത്ത ചെടികൾ വരെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വലിയ മരത്തിനെ ഒരു ചെറിയ ചട്ടിയിൽ വളർത്തുക എന്ന് പറയുന്നത്, ആല് മുതൽ ഒരുപാട് വലിയൊരു മരമായ ആലിനെ ഒരു ചട്ടിയിൽ, അതുപോലുള്ള വലിയ വടവൃക്ഷങ്ങളൊക്കെയാണ്. അതെ, ഇവിടെ നമ്മുടെ വീട്ടിലൊക്കെ കാണപ്പെടുന്ന ഒരു ചെടി. അതനുസരിച്ച് പിന്നെ വലിയ ഒരു അരയാലോ പേരാലോ അതിനെയൊക്കെ കാണാൻ സാധിക്കും. വലിയ പുളിമരങ്ങളെ കാണാൻ സാധിക്കും. വലിയ മരങ്ങളെയൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ എങ്ങനെയാണ് ഇത്രയും കഷ്ടപ്പെടുത്തി ഒരു ചട്ടിയിൽ വളർത്തുന്നതെന്നുള്ളതാണ്. പിന്നെ ഓരോരോ കഷ്ടപ്പാടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത്രയും മരവും ഇത്രയും വെള്ളമൊന്നും ഇല്ലാതൊക്കെ ഈ വലിയ മരങ്ങൾ ചെറുതായിപ്പോയി, കുള്ളൻ മരങ്ങൾ. ഇതൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളാണോ അതെനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും വലിയ മരങ്ങളാവേണ്ട അരണമരമൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനൊന്നും തൊടാതിരിക്കാൻ വേണ്ടി ഇവരെല്ലാം കൂട്ടിനകത്ത് അടച്ച് വെച്ചേക്കുക. ചെറിയ മരങ്ങളെയൊക്കെ തൊടാനുള്ള അവകാശമുള്ളൂ കേട്ടോ. വലിയ മരങ്ങളെ ഒന്നും തൊടാൻ അല്ലെങ്കിൽ നമുക്ക് അവകാശമില്ല. നമ്മളത് കയറി മുമ്പോട്ട് പോവുകയാണ്. ചെറിയൊരു ബോൺസായി ഗാർഡൻ. അത്യാവശ്യം മിക്കവാറുമുള്ള ചെടികളെയെല്ലാം ബോൺസായി വൽക്കരിച്ച് ചെറുതാക്കി നമുക്ക് കാണാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബോൺസായി മരങ്ങളെയൊക്കെ കണ്ട് നമ്മൾ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട ബട്ടർഫ്ലൈ, കിളികൾ, പക്ഷികൾ, ബോൺസായി മരങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. രാമോജി റാവുവിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഈ കാഴ്ചകളോടൊപ്പം മനോഹരമായ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ കാണാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാം മൊത്തം വീഡിയോ ഞാൻ ഇതിന് മുകളിൽ ഇത് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് എൻ്റെ ചാനലൊന്ന് ഒന്ന് പരതി നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മൾ ഇനി അടുത്ത അവിടെ ഒരു കാണുന്ന ബസ്സുണ്ട് കേട്ടോ. ആ ബസ്സിൽ കയറി നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്ത് കാണുന്നതിന് വരെ ബൈ. രാമോജി റാവുവിൻ്റെ 2 വീഡിയോകൾ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.